വെയിൽ പോണതിനനുസരിച്ച് ഞാൻ കുടംപുളീനെ വലിച്ച് കൊണ്ടുപോയി. അങ്ങനെ പോയി നമ്മളെ മുറ്റത്തുനിന്ന് കുറേ ദൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയായപ്പോൾ അംഗനവാടിയിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഉറപ്പായി കിത്തൂൻ്റെയാണെന്ന്. കാരണം ഉറക്കം വരാനാകുമ്പോൾ കിത്തൂനൊരു ശീലമൊക്കെ ഉണ്ട്. ഈ കാണുന്നത് തന്നെ കേട്ടോ അംഗനവാടി. അടുത്തുണ്ടായതുകൊണ്ടാവും എന്താ ചെയ്യണത്, ഉറങ്ങിയോ കഴിച്ചോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയൊക്കെ പോണ വഴിക്ക് പിന്നെയും കിട്ടി. അപ്പോൾ പിന്നെ അതും വെയിലത്ത് വെച്ചു. പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ കഴിക്കാനായപ്പോൾ തന്നെ 3 മണിയായിട്ട്. അപ്പോൾ അംഗനവാടീൻ്റെ അടുത്ത് പോയി. അപ്പോഴാണ് ഈ പൂമ്പാറ്റേനെ കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അതിനൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ എൻ്റെ പൂമ്പാറ്റേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അത് എന്നെപ്പോലെ കുറേ അമ്മമാർ ഇതേപോലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കിത്തൂനെയും കൊണ്ട് വന്നു. ഇന്ന് കിത്തൂന് ഇഷ്ടപ്പെട്ട മാങ്ങ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ടർ ബലൂൺ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടു കൊടുത്തതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. അംഗനവാടിക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ബലൂണിൽ വെള്ളമൊക്കെ നിറച്ച് കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലും കൂടിയല്ലേ. പക്ഷെ പിന്നെയും എനിക്ക് മനസ്സിലായത് കോഴീനെ എറിയാനായിരുന്നു. പാവം കോഴികളുടെ സമാധാനവും പോയി.